എപ്പോഴെങ്കിലും പ്രഭാതത്തിന്റെ ഇരട്ട ദേവന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പുരാതന വേദഗ്രന്ഥങ്ങളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിഗൂഢ ശക്തിയാണ് അശ്വിനി ദേവന്മാർ. ആരാണിവർ? എന്താണിവരുടെ പ്രസക്തി? വരൂ, നമുക്കൊന്ന് നോക്കാം. ഒന്ന് കേട്ടുനോക്കൂ. പ്രപഞ്ച സൃഷ്ടിക്കു മുൻപേയുള്ളവർ, ആദ്യം ജനിച്ചവർ, വർണ്ണാഭമായ പ്രകാശമുള്ളവർ. ഒരു പുരാതനമായ സ്തോത്രം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ആ വാക്കുകൾക്കൊരു പ്രത്യേക ശക്തിയുണ്ടല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇവർ അത്ര നിസ്സാരക്കാരല്ല. പക്ഷേ ഈ ദേവന്മാരുടെ ശക്തി ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ വെറും വാക്കുകളോ സങ്കല്പങ്ങളോ മതിയാവില്ല. അതിന് നമ്മൾ മഹാഭാരതത്തിലെ ഒരു കഥയിലേക്ക് പോകണം. അവരുടെ ശക്തി ശരിക്കും വെളിവാകുന്ന ഒരു കഥയാണത്. ഇവിടെയാണ് ഉപമന്യുവിന്റെ കഥ തുടങ്ങുന്നത്. ഗുരുവായ ധൗമ്യൻ അവനൊരു കഠിനമായ ജോലി കൊടുത്തു. പക്ഷേ വിശപ്പ് സഹിക്കാനായില്ല. അവൻ ഗുരുവിന്റെ നിയമം ലംഘിച്ചു. വിഷച്ചെടിയുടെ ഇലകൾ കഴിച്ചുപോയി. ആ നിമിഷം അതിന്റെ കറ കണ്ണിൽ വീണ് കാഴ്ചപോയി. പൂർണ്ണമായും അന്ധനായി. പോരാത്തതിന് വഴിതെറ്റി വറ്റിവരണ്ട ഒരു കിണറ്റിലേക്കും വീണു. കൂരിരുട്ടിൽ ഒറ്റയ്ക്ക്. ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ അവസ്ഥ. ആഴത്തിലുള്ളൊരു കിണറ്റിൽ, കാഴ്ചയില്ലാതെ, പൂർണ്ണമായും ഒറ്റപ്പെട്ട്. എത്രമാത്രം ഭയാനകമായിരിക്കുമല്ലേ? പുറത്തു കടക്കാനൊരു വഴിയുമില്ല. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ഗുരു ഓടിവന്നവനെ കയറിട്ട് രക്ഷിക്കുകയല്ല ചെയ്യുന്നത്. പകരം അവനൊരു ആത്മീയമായ താക്കോൽ കൊടുക്കുകയാണ്. നിനക്ക് പുറത്തുവരാനുള്ള ഒരേയൊരു വഴി ഈ സ്തോത്രമാണ്. ഇത് ജപിച്ചാൽ നീ സ്വയം രക്ഷ കണ്ടെത്തും. നോക്കൂ, യഥാർത്ഥ രക്ഷ പുറത്തുനിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത് എന്നൊരു വലിയ സന്ദേശം അതിലുണ്ട്. അപ്പോ ഏത് സ്തോത്രത്തെക്കുറിച്ചാണ് ഗുരു പറഞ്ഞത്? അതെ, അത് മറ്റാർക്കുമുള്ളതല്ല. നമ്മൾ തുടക്കത്തിൽ കേട്ട അതേ ആദിമരായ ഇരട്ടദേവന്മാർക്ക്, അശ്വിനി ദേവന്മാർക്കുള്ളതായിരുന്നു. കണ്ടില്ലേ എല്ലാം എങ്ങനെയൊക്കെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന്? അങ്ങനെ ആ കിണറ്റിന്റെ ഇരുട്ടിൽ, നിരാശയുടെ ആഴങ്ങളിൽ വെച്ച് ഉപമന്യു ആ ഒരേ ഒരു ആശ്രയത്തിൽ പിടിച്ചു. ഋഗ്വേദത്തിൽ നിന്നുള്ള വെറും 12 ശ്ലോകങ്ങളുള്ള ഒരു പുരാതന സ്തോത്രം. അവന്റെ ഓരോ ശ്വാസവും ആ 12 ശ്ലോകങ്ങളായി മാറി. ഓരോ വാക്കും പ്രകാശത്തിനു വേണ്ടിയുള്ള ഒരു യാചനയായി. അവസാനം എന്ത് സംഭവിച്ചെന്നോ? അവന്റെ ആത്മാർത്ഥമായ ഭക്തിയിൽ ആ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവർ അവന്റെ കാഴ്ചശക്തി തിരികെ നൽകി. അപ്പോ കഥയിവിടെ തീരുകയാണോ? അല്ല. ഉപമന്യുവിന് തിരികെ കിട്ടിയത് അവന്റെ കണ്ണുകളിലെ കാഴ്ച മാത്രമല്ല, ഒരു പുതിയ ഉൾക്കാഴ്ച കൂടിയായിരുന്നു. അപ്പോ ഇതൊരു അത്ഭുതകഥ മാത്രമായിട്ട് കണ്ടാൽ മതിയോ? കാഴ്ച തിരികെ കിട്ടി, എല്ലാവർക്കും സന്തോഷമായി, അങ്ങനെയാണോ? അല്ല. ഈ കഥയ്ക്ക് ഇതിലും ആഴത്തിലുള്ളൊരർത്ഥമുണ്ട്. എന്താണത്? ഈ കഥയുടെ കാതലെന്ന് പറയുന്നത് ഒരു അടിസ്ഥാന പ്രപഞ്ച സത്യമാണ്: ദ്വൈതം. അതായത് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം, എല്ലാം തന്നെ ഒറ്റയൊറ്റയായിട്ടല്ല നിലനിൽക്കുന്നത്. പരസ്പരം വിപരീതമെന്ന് തോന്നുന്ന, എന്നാൽ പരസ്പരം പൂരകങ്ങളായ 2 ശക്തികൾ ചേർന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. ഈ തത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് അശ്വിനി ദേവന്മാർ. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ? പ്രകൃതിയും പുരുഷനും, അതായത് ദ്രവ്യവും ആത്മാവും. പിന്നെ ദേശം, അതായത് സ്പേസ്. പിന്നെ കാലം, ടൈം. രാത്രിയും പകലും, സൂര്യനും ചന്ദ്രനും. നോക്കൂ, ഇതിലൊന്ന് മറ്റേതില്ലാതെ പൂർണ്ണമാവില്ല, അല്ലേ? ഇതാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായൊരു താളം. അപ്പോ അശ്വിനി ദേവന്മാരെ ഇരട്ട പക്ഷികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എത്ര മനോഹരമായൊരു സങ്കല്പമാണല്ലേ അത്? കാരണം ഈ 2 വിപരീതങ്ങളാകുന്ന നൂലുകളെടുത്ത് നമ്മുടെയൊക്കെ യാഥാർത്ഥ്യമെന്ന വസ്ത്രം നെയ്തെടുക്കുന്ന പ്രപഞ്ചത്തിന്റെ നെയ്ത്തുകാരാണ് അവർ. ഓക്കെ, ഇതൊക്കെ വലിയ പ്രപഞ്ചതത്വങ്ങൾ. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് സാധാരണക്കാർക്ക് എന്ത് കാര്യം? ഈ പുരാതനമായ ആശയം എങ്ങനെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ബന്ധമുണ്ട്. ഈ പ്രപഞ്ചതത്വം നമ്മുടെ ശരീരത്തിൽ തന്നെ വ്യക്തമായി കാണാം. നോക്കൂ, നമ്മുടെ തലച്ചോറിന് 2 ഭാഗങ്ങളുണ്ട്. നമുക്ക് 2 കണ്ണുകളുണ്ട്, 2 നാസാദ്വാരങ്ങളുണ്ട്. എന്തിന്? നമ്മുടെ ശ്വാസം പോലും നോക്കൂ, ഉള്ളിലേക്കെടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. നമ്മൾ ഓരോരുത്തരും ഈ ദ്വൈതതത്വത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്, അല്ലേ? അതുകൊണ്ടുതന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ അഥവാ ബാലൻസ് എത്രത്തോളം പ്രധാനമാണെന്ന് നോക്കൂ. എന്ത് കാര്യമെടുത്താലും, ജോലി, ഉറക്കം, ഭക്ഷണം, അത് ഒരു വശത്തേക്ക് ഒരുപാടങ്ങ് കൂടിയാലും പ്രശ്നമാണ്, തീരെ കുറഞ്ഞാലും പ്രശ്നമാണ്. ഈ 2 അറ്റങ്ങൾക്കുമിടയിലുള്ള ആ ഒരു ശരിയായ പോയിന്റ്, ആ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതിലാണ് കാര്യം. അപ്പോ ചോദ്യമിതാണ്, ഈ 2 വിപരീതങ്ങൾക്കിടയിൽ പെട്ടുപോകാതെ എങ്ങനെ ജീവിക്കാം? പണ്ടുള്ള യോഗികൾ ഇതിനൊരു വഴി കണ്ടിരുന്നു. ഈ 2 ശക്തികൾക്കുമിടയിലൂടെ കടന്നുപോകുന്ന ഒരു പാത, ഒരു മധ്യപാത. യോഗശാസ്ത്രം പറയുന്നത് നമ്മുടെ ഉള്ളിൽ 3 പ്രധാന ഊർജ്ജപാതകളുണ്ട് എന്നാണ്. ഒന്ന് ഇടതുവശത്തുള്ള ഇടനാഡി, അത് ചന്ദ്രന്റെ തണുത്ത ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നു. പിന്നെ വലതുവശത്തുള്ള പിങ്കളനാഡി, അത് സൂര്യന്റെ ചൂടുള്ള ഊർജ്ജമാണ്.
എപ്പോഴാണോ ഈ ഇടതും വലതും പൂർണ്ണമായ ഒരു സന്തുലിതാവസ്ഥയിലെത്തുന്നത്, അപ്പോൾ മാത്രം മധ്യത്തിലുള്ള ഒരു പാത, സുഷുമ്നാഡി, ഉണരും. അതാണ് യഥാർത്ഥ ലക്ഷ്യം. ഇനി നമുക്ക് ഉപമന്യുവിന്റെ കഥയിലേക്ക് ഒന്നുകൂടി തിരിച്ചുപോയാലോ? അവൻ അനുഭവിച്ച ആ സൗഖ്യം അഥവാ രോഗശാന്തി, അതൊരു ശാരീരികമായ കാര്യം മാത്രമായിരുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഈ മധ്യപാതയുടെ ഉണർവായിരുന്നു. ആ അജ്ഞതയുടെ ഇരുണ്ട കിണറ്റിൽ നിന്ന് ഏകീകൃതമായ കാഴ്ചയുടെ, അറിവിന്റെ വെളിച്ചത്തിലേക്കുള്ളൊരു യാത്രയായിരുന്നു അത്. അപ്പോ അവസാനമായി നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം ഈ പറയുന്ന ദ്വൈതത്തിന്റെ, ഈ വിപരീതങ്ങളുടെ ഒരു നൃത്തം തന്നെയാണെങ്കിൽ യഥാർത്ഥ ഏകത്വം എവിടെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഒരുപക്ഷെ ആ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ആ രണ്ട് വിപരീതങ്ങൾക്കിടയിലുള്ള സന്തുലിതമായ ആ മധ്യപാതയിലായിരിക്കാം. ചിന്തിച്ചു നോക്കൂ.